വെൽക്കം ബാക്ക് ടു PSC പീഡിക. വരാൻ പോകുന്ന PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ടോപ്പിക്ക് 2025 റിപ്പബ്ലിക് ദിനമാണ്. 2025 റിപ്പബ്ലിക് ഡേ 76ാമത് റിപ്പബ്ലിക് ദിനവും 75ാമത് വാർഷികവുമാണ് ആഘോഷിച്ചത്. 2025 റിപ്പബ്ലിക് ഡേ 76ാമത് റിപ്പബ്ലിക് ദിനവും 75ാമത് വാർഷികവുമാണ്. ഈ ആഘോഷങ്ങളുടെ വേദി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥായിരുന്നു. 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. ഇന്തോനേഷ്യൻ ആർമിയും ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ആദിവാസി രാജാവാണ് രാമൻ രാജമന്നൻ. ഇനി 2025 റിപ്പബ്ലിക് ദിന പ്രമേയം സ്വർണിം ഭാരത് വിരാസത് ഔർ വികാസ് എന്നാണ്. അപ്പോൾ ഓർക്കുക, 2025 റിപ്പബ്ലിക് ഡേ 76ാമത് റിപ്പബ്ലിക് ദിനവും 75ാമത് വാർഷികവുമായിരുന്നു. ഈ ആഘോഷങ്ങളുടെ വേദി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥായിരുന്നു. 2025 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ മുഖ്യ അതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ ആയിരുന്നു. അടുത്തത് 2025 നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ്ങിൽ 2022-23 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷയാണ്. 2025 നീതി ആയോഗ് പുറത്തുവിട്ട ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിങ്ങിൽ 2022-23 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷ, രണ്ടാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ്, മൂന്നാം സ്ഥാനത്ത് ഗോവ. കേരളത്തിൻ്റെ സ്ഥാനം 15ആണ്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2022-23 ഒന്നാം സ്ഥാനത്ത് ഒഡീഷ, രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ്, തേർഡ് ഗോവ, കേരളത്തിൻ്റെ സ്ഥാനം 15ആണ്. അടുത്തത് 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ്. രണ്ടാം സ്ഥാനത്ത് റഷ്യയാണ്, മൂന്നാം സ്ഥാനത്ത് ചൈന. ഇനി ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. 145 രാജ്യങ്ങളുടെ റിപ്പോർട്ടാണിത്. അപ്പോൾ ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞ രാജ്യം ഭൂട്ടാനാണ്. 145ാമത് ഭൂട്ടാനാണ്. 2025 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം USA ആണ്. രണ്ടാം സ്ഥാനത്ത് റഷ്യ, മൂന്നാം സ്ഥാനത്ത് ചൈന. ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. 145 രാജ്യങ്ങളുടെ റിപ്പോർട്ടിൽ 145ാമത് ഭൂട്ടാനാണ്. ഏറ്റവും സൈനിക ശക്തി കുറഞ്ഞ രാജ്യം ഭൂട്ടാനാണ്. അടുത്തത് ഉച്ചഭാഷിണിയുടെ ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി. ഉച്ചഭാഷിണിയുടെ ഉപയോഗം ഒരു മതത്തിൻ്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി. അടുത്തത് പെൺകുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 2015 ആരംഭിച്ചത്. 2025 ഈ പദ്ധതി 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ 2015 ജനുവരി 22 ഇതിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം, 12ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടങ്ങിയ പദ്ധതിയാണിത്. അപ്പോൾ പെൺകുട്ടികളുടെ സുരക്ഷിതത്വവും സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ 2015 ആരംഭിച്ച പദ്ധതി 2025 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പദ്ധതിയുടെ പേര് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നാണ്. അടുത്തത് 2025 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് 75 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 2025 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ട് 75 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 1950 ജനുവരി 25 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത്. ഇനി ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. മറ്റ് കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. മറ്റ് കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ്. അപ്പോൾ 2025 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായിട്ട് 75 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ ആദിവാസി രാജാവ് രാമൻ രാജമന്നനാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ ആദിവാസി രാജാവായിരുന്നു രാമൻ രാജമന്നൻ. നെക്സ്റ്റ്, എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനായി എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാളാണ്. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനായി എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാൾ. മുൻപ് വരെ $11,000 ആയിരുന്നു, ഇപ്പോഴത് $15,000 കൂട്ടിയിരിക്കുകയാണ്. അടുത്തതൊരു പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം.
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. നെക്സ്റ്റ്, ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ പുതിയ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നൽകിയ പുതിയ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നാണ്. അതുപോലെ തന്നെ അലാസ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഡെനാലി എന്ന പർവ്വതത്തിൻ്റെ പേര് മൗണ്ട് മക്കൻലി എന്നാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഗൾഫ് ഓഫ് അമേരിക്ക എന്നും അലാസ്കയിൽ സ്ഥിതി ചെയ്യുന്ന ഡെനാലി എന്ന പർവ്വതത്തിൻ്റെ പേര് മൗണ്ട് മക്കൻലി എന്നും ട്രംപ് ആക്കിയിരിക്കുകയാണ്. അടുത്തതൊരു പുരസ്കാരമാണ്. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിന്. ഈ പുരസ്കാരം ലഭിക്കാൻ കാരണമായ കൃതിയാണ് തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ എന്ന കൃതിയിലൂടെയാണ് സന്തോഷ് കുമാറിന് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന് കറ എന്ന കൃതിയിലൂടെയാണ്. 2022 ലഭിച്ചത് കെ വേണുവിന് ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ന കൃതിയിലൂടെയാണ്. ഇപ്പോൾ 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്ക്. 2023 ഈ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിന് കറ എന്ന കൃതിക്ക്. അടുത്തത് 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഷാഫി. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഷാഫി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകൾ തൊമ്മനും മക്കളും, 2 കൺട്രീസ്, ലോലിപോപ്പ്, മായാവി, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, ചോക്ലേറ്റ് തുടങ്ങിയവയാണ്. ഇപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനാണ് ഷാഫി. അടുത്തതൊരു നിയമനമാണ്. 2025 തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായത് വൈശാഖനാണ്. 2025 തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായത് വൈശാഖനാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം MK ഗോപിനാഥൻ നായർ എന്നാണ്. MD വാസുദേവൻ നായരായിരുന്നു ഇതിനു മുൻപ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ചെയർമാൻ സ്ഥാനത്ത് ഒഴിവ് വന്നതും വൈശാഖനെ തിരഞ്ഞെടുത്തതും. ഇപ്പോൾ 2025 തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായത് വൈശാഖൻ എന്ന MK ഗോപിനാഥൻ നായരാണ്. അടുത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. പരമ്പരാഗത വ്യവസായമായ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിനായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹാൻഡ്ലൂം ജാലകം. പരമ്പരാഗത വ്യവസായമായ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സുഗമമാക്കുന്നതിനായി തയ്യാറാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹാൻഡ്ലൂം ജാലകം. കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും നെയ്ത്തുകാരെയും യന്ത്ര കൈത്തറി ഉപയോഗിക്കുന്നവരെയെല്ലാം കൂട്ടിച്ചേർത്താണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്തത്, രാജ്യത്തുടനീളം സമയക്രമത്തിൽ കൃത്യതയും ഏകീകൃതയും കൈവരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സമയം. രാജ്യത്തുടനീളം സമയക്രമത്തിൽ കൃത്യതയും ഏകീകൃതയും കൈവരിക്കുന്നതിനായുള്ള പദ്ധതിയാണ് ഒരു രാജ്യം ഒരു സമയം പദ്ധതി. അടുത്തത്, 2025 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിൻ്റെ 50-ാം വാർഷികം ആചരിക്കപ്പെട്ട ചരിത്ര വനിത മേരി പുന്നൻ ലൂക്കോസ് ആണ്. 2025 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിൻ്റെ 50-ാം വാർഷികം ആചരിക്കപ്പെട്ട ചരിത്ര വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. 1975 മേരി പുന്നൻ ലൂക്കോസിന് പത്മശ്രീ ലഭിക്കുന്നത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത കൂടിയാണ് മേരി പുന്നൻ ലൂക്കോസ്. പിന്നെ തിരുവിതാംകൂറിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യത്തെ വനിതയും മേരി പുന്നൻ ലൂക്കോസ് ആണ്. ഇന്ത്യയിൽ നിയമിതയായ ആദ്യ സർജൻ ജനറൽ കൂടിയാണ് മേരി പുന്നൻ ലൂക്കോസ്. അപ്പോൾ 2025 ജനുവരിയിൽ പത്മശ്രീ ലഭിച്ചതിൻ്റെ 50-ാം വാർഷികം ആചരിക്കപ്പെട്ട ചരിത്ര വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. അടുത്തത്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് 2025 ജനുവരി 27 മുതലാണ്. മതം, ലിംഗഭേദം എന്നിവ കണക്കിലാക്കാതെ വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, അനന്തരാവകാശം തുടങ്ങിയവയിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഏകീകൃത നിയമവ്യവസ്ഥ ഓരോ വ്യക്തികൾക്കും കൊണ്ടുവരുന്നതാണ് ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഇത് പ്രാബല്യത്തിൽ വന്നത് 2025 ജനുവരി 27 മുതലാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള റിവിഷനായിട്ട് എടുക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്